സ്റ്റാറ്റിക് മെമ്പേർസ് ഇൻ C എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് സ്റ്റാറ്റിക് കീവേർഡ്, സ്റ്റാറ്റിക് വേരിയബിൾ, സ്റ്റാറ്റിക് ഫങ്ഷൻ. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്കിത് പഠിക്കാം. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു OS വെർഷൻ 1110, G++ കമ്പൈലർ വെർഷൻ 461. സ്റ്റാറ്റിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത്. ആദ്യത്തെ ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നതിന് മുൻപ് സ്റ്റാറ്റിക് വേരിയബിൾസ് 0 ആയി ഇനിഷ്യലൈസ് ചെയ്യണം. ഒരു പ്രോഗ്രാമിൽ സ്റ്റാറ്റിക് വേരിയബിളിന്റെ ഒരു കോപ്പി മാത്രമാണ് ഉണ്ടായിരിക്കുക. എല്ലാ ഒബ്ജക്റ്റ്സും ആ വേരിയബിളിനെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുക. പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ഈ വേരിയബിൾ മെമ്മറിയിൽ ഉണ്ടായിരിക്കും. സ്റ്റാറ്റിക് ഫങ്ഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ സഹായം ഇല്ലാതെ തന്നെ സ്റ്റാറ്റിക് ഫങ്ഷൻ ഉപയോഗിക്കുവാൻ സാധിക്കും. സ്റ്റാറ്റിക് ഫങ്ഷൻ ആക്സസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലാസ് നെയിം, സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഫങ്ഷൻ. ഇനി നമുക്ക് സ്റ്റാറ്റിക് മെമ്പേഴ്സിന്റെ ഒരു ഉദാഹരണം നോക്കാം. എഡിറ്ററിൽ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള കോഡാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഫയലിന്റെ പേര് static.cpp. ഞാൻ കോഡ് വിശദീകരിക്കാം. IOStream എന്നത് ഒരു ഹെഡർ ഫയലാണ്. ഇവിടെ നാം എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു. ഇവിടെ നമുക്ക് സ്റ്റാറ്റെക്സ് എന്ന ക്ലാസ് ഉണ്ട്. ഇവിടെ നമുക്ക് പ്രൈവേറ്റ് ആയി ഡിക്ലയർ ചെയ്ത ഒരു നോൺ സ്റ്റാറ്റിക് വേരിയബിൾ x ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക്ക് ആയി ഡിക്ലയർ ചെയ്ത ഒരു സ്റ്റാറ്റിക് വേരിയബിൾ സും ഉണ്ട്. ഇതാണ് നമ്മുടെ കൺസ്ട്രക്ടർ സ്റ്റാറ്റെക്സ്. ഇവിടെ നമ്മൾ sumന്റെ വാല്യൂ വർദ്ധിപ്പിച്ചു. അതിനുശേഷം sumന്റെ വാല്യൂ xൽ സൂക്ഷിക്കുന്നു. സ്റ്റാറ്റ് എന്നത് നമ്മുടെ സ്റ്റാറ്റിക് ഫങ്ഷൻ ആണ്. ഇവിടെ നമ്മൾ സും പ്രിന്റ് ചെയ്യുന്നു. ഇത് നംബർ എന്ന ഫങ്ഷൻ ആണ്. ഇവിടെ നമ്മൾ x എന്ന നമ്പർ പ്രിന്റ് ചെയ്യുന്നു. ക്ലാസ് ഇവിടെ അടയ്ക്കുന്നു. ഒരു സ്റ്റാറ്റിക് വേരിയബിളിനെ ഗ്ലോബലി ഡിക്ലയർ ചെയ്യാൻ നമ്മൾ സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിക് വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഡേറ്റ ടൈപ്പ്, ക്ലാസിന്റെ പേര്, സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്റർ, ശേഷം സ്റ്റാറ്റിക് വേരിയബിളിന്റെ പേര്. ഇപ്പോൾ വേരിയബിൾ സും ആണ് സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അത് 0 ആയി ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ മെയിൻ ഫങ്ഷൻ ആണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റാറ്റെക്സ് എന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ്സ് നിർമ്മിക്കുന്നത്. O1, O2, O3 ഇവയാണ് 3 ഒബ്ജക്റ്റ്സ്. O1, O2, O3 എന്ന ഒബ്ജക്റ്റ്സ് ഉപയോഗിച്ച് നംബർ എന്ന ഫങ്ഷനെ നമുക്ക് കോൾ ചെയ്യാം. സ്റ്റാറ്റ് എന്ന സ്റ്റാറ്റിക് ഫങ്ഷൻ ആണ് നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യുന്നത്. ക്ലാസ് നെയിമും സ്കോപ്പ് റെസല്യൂഷൻ ഓപ്പറേറ്ററും ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ സും പ്രിന്റ് ചെയ്യുന്നു. ഇത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. നിങ്ങളുടെ കീബോർഡിൽ ഒരേ സമയത്ത് Ctrl Alt T കീകൾ അമർത്തി ടെർമിനൽ വിൻഡോ തുറക്കുക. കമ്പൈൽ ചെയ്യാൻ G++ സ്പേസ് static.cpp സ്പേസ് -o സ്പേസ് stat എന്ന് എഴുതുക. Enter അമർത്തുക. /stat എന്ന് ടൈപ്പ് ചെയ്യുക. Enter അമർത്തുക. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് നംബർ is 0, 1, 2. റിസൾട്ട് is 3. Now static var sum is 3 എന്നായിരിക്കും. ഔട്ട്പുട്ട് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഈ വിൻഡോ ഞാൻ ചെറുതാക്കുകയാണ്. ഇവിടെ നമ്പറിന്റെ വാല്യൂ ആദ്യം 0 ആയിരുന്നു. അതായത് xന്റെ വാല്യൂ 0. അതുകൊണ്ട് ആദ്യത്തെ ഒബ്ജക്റ്റിന് ലഭിച്ചത് 0 എന്ന വിലയായിരുന്നു. പിന്നീട് x equals 1 ആയി. അതുകൊണ്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റിന് ലഭിച്ച വില 1 ആയിരുന്നു. മൂന്നാമത്തെ ഒബ്ജക്റ്റിന് ലഭിച്ച വില 2 ആണ്. അതിനുശേഷം നമ്മൾ sumന്റെ വാല്യൂ തരുന്ന സ്റ്റാറ്റ് എന്ന ഫങ്ഷൻ കോൾ ചെയ്യുന്നു. റിസൾട്ട് is sum. ഇവിടെ സും ഇൻക്രിമെന്റ് ചെയ്യുകയും വില xൽ സൂക്ഷിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ 3 എന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നു. നമുക്ക് കിട്ടുന്ന അവസാനത്തെ റിസൾട്ട് സ്റ്റാറ്റിക് var sum is 3 ആയിരിക്കും. അടുത്തതായി നമുക്ക് O4 എന്നൊരു ഒബ്ജക്റ്റ് നിർമ്മിക്കാം. ഞാനിപ്പോൾ നംബർ എന്ന ഫങ്ഷൻ O4 ഉപയോഗിച്ച് കോൾ ചെയ്യുന്നു. Saveൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. അപ്പ് ആരോ കീ 2 തവണ പ്രസ് ചെയ്യുക. വീണ്ടും അപ്പ് ആരോ കീ 2 തവണ പ്രസ് ചെയ്യുക. റിസൾട്ട് is 4 എന്ന് നമുക്ക് കാണാം.
അതുപോലെ നോവ് സ്റ്റാറ്റിക് വർ സും ഐഎസ് 4 എന്നും കാണാം. നാലാമത്തെ ഒബ്ജക്റ്റ് നിർമ്മിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ലഭിച്ചത്. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് സ്ലൈഡിലേക്ക് മടങ്ങി പോകാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് സ്റ്റാറ്റിക് കീവേർഡ്, സ്റ്റാറ്റിക് വേരിയബിൾ ഉദാഹരണമായി സ്റ്റാറ്റിക് ഇന്റ് സും, സ്റ്റാറ്റിക് ഫങ്ഷൻ ഉദാഹരണമായി സ്റ്റാറ്റിക് വോയിഡ് stat. നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലേർ ചെയ്തുകൊണ്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ആ വേരിയബിളിനെ ഡിക്രിമെന്റ് ചെയ്യുക. അതോടൊപ്പം വാല്യൂ പ്രിന്റ് ചെയ്യുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ജെയിൻ ജോസഫ്. ഞാൻ ദേവി സേനൻ, IIT ബോംബേ. നന്ദി.